സിനിമാ പ്രേമികൾക്ക് ഒരു പ്രതീക്ഷയുള്ള മൂവിയായിരുന്നു പ്രാവൻകൂട് ഷാപ്പ്. കഴിഞ്ഞ ക്രിസ്തുമസിന് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ ഒരു സിനിമയുടെ റിലീസ് കാര്യങ്ങളെല്ലാം നീട്ടിവെക്കുകയായിരുന്നു. ഇന്ന് 16-ാം തീയതി ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ആ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രാവൻകൂട് ഷാപ്പിൻ്റെ ആദ്യ ഷോ രാവിലെ കൊച്ചിയിൽ 9:30 തന്നെ ആരംഭിച്ചു. 2 മണിക്കൂർ 30 മിനിറ്റോളമാണ് സിനിമയുടെ ടോട്ടൽ ദൈർഘ്യം. ഇപ്പോൾ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പുറത്തു വന്നിരിക്കുന്നു. സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ഈ ഒരു ചിത്രത്തിന് ഇൻസൈഡിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ വകവെക്കുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവ് തന്നെയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ബേസിൽ ജോസഫ് അഭിനയിക്കുന്ന ചിത്രങ്ങളെല്ലാം ഒരു മിനിമം ഗ്യാരണ്ടി മൂവീസ് ആയി തീർന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ വലിയ താരങ്ങളും വലിയ ടെക്നീഷ്യൻസ് ഒക്കെയാണ് പ്രാവൻകൂട് ഷാപ്പ് എന്ന ചിത്രത്തിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത്. ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് എന്നിവരെ കൂടാതെ ചാന്ദിനി ശ്രീധരൻ, ശബരീഷ് വർമ്മ, നിയാസ് ബക്കർ, അങ്ങനെ ഒരു തർക്കേടില്ലാത്ത താരനിരയും ചിത്രത്തിലുണ്ട്. ശ്രീരാജ് ശ്രീനിവാസനാണ് ഈ ഒരു സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. അൻവർ റഷീദാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. വിഷ്ണു വിജയ് ആണ് സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഷൈജു ഖാലിദാണ് സിനിമയുടെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ദബ്സി ഉൾപ്പെടെയുള്ള മികച്ച സിംഗേഴ്സിന്റെ പാട്ടുകളും ഈ ഒരു ചിത്രത്തിലുണ്ട്. പ്രാവൻകൂട് ഷാപ്പ് തിയേറ്ററിൽ എത്തുന്നതിന്റെ മുന്നേ തന്നെ ഒരു പോസിറ്റീവ് വൈബ്, ഒരു ഷുവർ ഹിറ്റ് എന്നുള്ള ഒരു അഭിപ്രായം പ്രേക്ഷകരിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഹാഫ് റിപ്പോർട്ട് തന്നെയാണ് പ്രാവൻകൂട് ഷാപ്പ് എന്ന ചിത്രത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ഫുൾ റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, ബൈ.